മാടായി കോളേജിലെ നിയമന വിവാദവുമായി ബന്ധപ്പെട്ട പുതിയ കാര്യങ്ങളാണ്. അവിടെ MK രാഘവൻ MPക്കെതിരെ വലിയ പ്രതിഷേധം കോൺഗ്രസിൽ നിന്നും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. DCCയുടെ ഒരു നിലപാട് കൂടി ഇന്ന് വരുന്നു. അതാണ് ഇപ്പോഴത്തെ ബ്രേക്കിംഗ് വാർത്ത. അതെ, കോഴ വാങ്ങി ഡിവൈഎഫ്ഐ പ്രവർത്തകരെ നിയമിച്ചു എന്നതാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ ആരോപണം. നിയമനത്തിൽ വീഴ്ച സംഭവിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് KPCC നേതൃത്വത്തെ DCC അതൃപ്തി അറിയിച്ചിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങളുമായി സജോ ദേവസി ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന്. സജോ, ഗുഡ് മോർണിംഗ്. വലിയ പ്രതിഷേധം അവിടെ ഉണ്ടായിരുന്നു MK രാഘവൻ MPക്കെതിരെ. ഇന്നലെയും നമ്മൾ ആ പ്രതിഷേധങ്ങളൊക്കെ കണ്ടതാണ്. എന്തായാലും MK രാഘവൻ MPക്കെതിരെ പ്രതിഷേധിച്ച 4 പേർക്കെതിരെ നേതൃത്വം നടപടിയെടുക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയാണോ ഇപ്പോൾ DCC KPCCയെ സമീപിച്ചിരിക്കുന്നത്? എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ? പ്രജിൻ പ്രവിത, ഗുഡ് മോർണിംഗ്. കോൺഗ്രസിനകത്ത് ഈ മാടായി കോളേജിലെ നിയമന വിവാദം ഒരു ആഭ്യന്തര തർക്കമായി പരിണമിക്കുകയാണ്. കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള മാടായി കോളേജിലെ 4 നിയമനങ്ങളെ ചൊല്ലിയാണ് തർക്കം രൂപപ്പെട്ടത്. അവിടുത്തെ പ്രാദേശിക ഘടകങ്ങൾ കോൺഗ്രസിന്റെ പ്രവർത്തകർ തെരുവിലേക്ക് പ്രതിഷേധവുമായി രംഗത്തിറങ്ങുന്നത് കണ്ടു. ഒരു വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് ഈ തർക്കം നീളുന്ന സാഹചര്യം കഴിഞ്ഞ ദിവസം തന്നെ രൂപപ്പെട്ടതാണ്. MK രാഘവൻ MP ആണ് ഈ കോളേജിന്റെ ഭരണസമിതി ചെയർമാൻ. നിയമനത്തിൽ പ്രവർത്തകർ ആരോപിക്കുന്ന വിവിധ പ്രാദേശിക ഘടകങ്ങൾ ആരോപിക്കുന്ന കാര്യം 4 നിയമനങ്ങളാണ് നടന്നത്. 2 ഡിവൈഎഫ്ഐക്കാർക്ക് നിയമനം ലഭിച്ചു. കോഴ വാങ്ങി ഡിവൈഎഫ്ഐക്കാർക്ക് നിയമനം നൽകി. MK രാഘവൻ MPയുടെ ബന്ധുവാണ് അതിൽ ഒരാൾ. അങ്ങനെ CPIMകാർക്ക് നിയമനം ലഭിക്കുന്നു. കോൺഗ്രസുകാർ അവിടെ പരിചരിക്കപ്പെടാതെ പോകുന്നു. എന്താണ് ഈ പ്രശ്നങ്ങളുടെ ആകെ തുടക്കം? അഭിമുഖ ദിവസം MK രാഘവൻ MPയെ കോളേജിലെത്തുന്ന വേളയിൽ തടഞ്ഞ കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചു. പിന്നാലെ വലിയ പ്രതിഷേധം തെരുവിലേക്കടക്കം ഇന്നലെ രാത്രി കോലം കത്തിച്ചുള്ള പ്രതിഷേധത്തിലേക്ക് പോയി. പിന്നാലെ DCC സ്വീകരിച്ചൊരു നിലപാട് ശ്രദ്ധേയമാണ്. ഈ ഭരണസമിതി എന്നത് MK രാഘവൻ MP ആണ് ചെയർമാൻ. അതിലെ 5 അംഗങ്ങളെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയാണ് ചെയ്തത്. MK രാഘവൻ MP KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗമാണ്. നടപടി സ്വീകരിക്കാൻ കഴിയില്ല. പക്ഷേ MK രാഘവൻ MPക്കെതിരെ അടക്കം അതൃപ്തിയുണ്ട്. DCC നിയോഗിച്ച ഒരു പ്രതിനിധി അവിടെ പ്രതിഷേധിച്ച ആളുകളുമായി ചർച്ച നടത്തിയതിന് തൊട്ടു പിന്നാലെ ഭരണസമിതി ഈ നിയമന ഉത്തരവ് നൽകുകയും അവർ ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു. ഇതടക്കം DCCയെ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കി. പ്രവർത്തകരുടെ വികാരം മാനിച്ചില്ല. ഇക്കാര്യത്തിൽ ഭരണസമിതിക്കടക്കം വീഴ്ച പറ്റി. MK രാഘവൻ MP ഏതെങ്കിലും നിലയ്ക്കുള്ള സമവായത്തിനടക്കം തയ്യാറായില്ല. കോൺഗ്രസിനെ രാഷ്ട്രീയമായും സംഘടനാപരമായും ജില്ലയിൽ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കും വിധം കാര്യങ്ങൾ നയിച്ചു. സമവായ ചർച്ച അടക്കമുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു. അങ്ങനെ സമവായത്തിലൂടെ പ്രശ്നപരിഹാരം ഉണ്ടാക്കാനുള്ള ഒരു സാധ്യത തേടണമായിരുന്നു. അത് ഈ കാര്യത്തിൽ ഉണ്ടായില്ല. അത് DCCയെ വലിയ തോതിൽ പ്രതിരോധത്തിലേക്ക് കൊണ്ടുപോകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു എന്നതടക്കമുള്ള നിലപാടാണ്. MK രാഘവൻ MP ചെയർമാനായ ഭരണസമിതിയിലെ 5 പേർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചതോടുകൂടി തന്നെ ഈ ഭിന്നതയും DCCയുടെ നിലപാടും വ്യക്തമായിരുന്നു. പിന്നാലെയാണ് KPCCയെ അതൃപ്തി അറിയിച്ചത്. ഇക്കാര്യത്തിൽ ഇനിയിപ്പോൾ KPCC അധ്യക്ഷനും KPCC എന്ന നിലയ്ക്കും ആണ് ഇക്കാര്യത്തിൽ ഒരു നിലപാട് ഉണ്ടാകേണ്ടത്. അത് എന്താകുമെന്നത് കാത്തിരുത്ത് കാണേണ്ടതാണ്. പക്ഷേ ഏതെങ്കിലും നിലയ്ക്ക് സമവായത്തിന് തയ്യാറാക്കുകയില്ല എന്നാണ് വിവിധ പ്രാദേശിക ഘടകങ്ങളുടെ തീരുമാനം. കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റി, കുഞ്ഞിമംഗലം മണ്ഡലം കമ്മിറ്റി ആണെങ്കിൽ അതിലെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ ഇതിനകം പൂർണ്ണമായും രാജിവെച്ചിട്ടുണ്ട്. കല്യാശ്ശേരിയിൽ പ്രവർത്തകർ തെരുവിലിറങ്ങുന്ന നിലയിലേക്ക് പോയി. അതായത് 3 മണ്ഡലം കമ്മിറ്റികളാകെ തന്നെ കൂട്ടരാജിയോ പ്രതിഷേധമോ ഒക്കെയായി കാര്യങ്ങൾ മാറുകയാണ്. ഇന്നും തെരുവിൽ പ്രതിഷേധവുമായി ഇറങ്ങും എന്ന് കുഞ്ഞിമംഗലം മണ്ഡലം കമ്മിറ്റി അടക്കം അറിയിക്കുകയും ചെയ്തൊരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. അതിനെ എങ്ങനെ നേരിടുമെന്ന കാര്യത്തിൽ കോൺഗ്രസിന് വ്യക്തമാണ്. സജോ, എന്തായാലും ആ ഇടങ്ങളിലൊക്കെ തന്നെ അത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും വളരെ വൈകാരികമായാണ് പ്രവർത്തകർ പ്രതികരിക്കുക. ഇപ്പോൾ MK രാഘവൻ MPയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ കോൺഗ്രസിൽ വളരെ ശക്തമായൊരു വാക്കുള്ള അല്ലെങ്കിൽ ഇടമുള്ള ആളാണ്. ഇങ്ങനെയൊരു വിവാദത്തിലേക്ക് വന്നിരിക്കുന്ന ഒരു അവസ്ഥ അത് അൺഫോർച്ചുനേറ്റ് ആണ്. മാത്രമല്ല അതിൽ കാര്യമുണ്ട്, പ്രവർത്തകർ പറയുന്നതിൽ കാര്യമുണ്ട്. ഒരു DYFI-കാരനായ ഒരാൾക്ക് വേണ്ടി മാടായി കോളേജിൽ വഴിവിട്ട് നിയമനം നടത്തി. അത് ബന്ധുവായ MK രാഘവൻ വഴിയാണ് എന്നുള്ളതാണ് അവരുടെ ആരോപണം. അതിപ്പോൾ DCCയിലേക്ക് എത്തിയിരിക്കുന്നു. DCCക്കും അതൃപ്തിയുണ്ട്. ആ കാര്യം KPCC അറിയിച്ചിരിക്കുന്നു. അങ്ങനെ സജോ പറഞ്ഞതുപോലെ ഈ വിഷയം മാടായി കോളേജിലെ നിയമന വിവാദം കോൺഗ്രസിനകത്തെ പുതിയൊരു ആഭ്യന്തര വിഷയമായിട്ടും വിവാദമായിട്ടും മാറുന്നുണ്ട്.